KMCCയുടെ ആഭിമുഖ്യത്തിലുള്ള നെറ്റ് സോൺ പ്രവാസി മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമാകുന്നു. ജനോപകാര പരിപാടികളായ നിയമവേദി, മെഡിസോൺ തുടങ്ങിയവയാണ് നെറ്റ് സോൺ പുതുതായി ആരംഭിച്ചത്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളുടെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് പ്രവാസി മലയാളികൾ. ഫേസ്ബുക്കിലും ബൈലക്സിലും ബ്ലോഗിലും ഇന്റർനെറ്റ് റേഡിയോയിലുമെല്ലാം മലയാളികൾ നിറഞ്ഞു നിൽക്കുകയാണ്. ചൂടേറിയ ചർച്ചകൾ, സംവാദങ്ങൾ, വാർത്തകൾ, വിനോദ പരിപാടികൾ തുടങ്ങിയവ 24 മണിക്കൂറും ഈ മീഡിയകളിൽ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഇതിനിടയിലാണ് KMCC നെറ്റ് സോൺ ബൈലക്സിലൂടെ പ്രവാസി മലയാളികൾക്കായി നിയമപ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി സൗദി സമയം 10 മണിക്കാണ് ആരോഗ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിദ്ദ നാഷണൽ ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു ഡോക്ടർ തത്സമയം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന ഈ പരിപാടി ഇതിനകം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൂടുതൽ ഓയിലി ആയിട്ടോ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതെങ്കിൽ അവര് നെക്സ്റ്റ് ഒന്നീ അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിമം ടൈം ഒരു ഹാഫ് ആൻ അവർ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നൈറ്റ് ഫുഡ് നമ്മൾ അതനുസരിച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ട് ഡയറ്റോ വെജിറ്റബിൾ ഡയറ്റോ അങ്ങനെ ആക്കിയിട്ട് മാറ്റുക. JNHും നെറ്റ് സോണും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ വെള്ളിയാഴ്ച. വൈകുന്നേരം 3:30 മുതൽ ഷറഫിയ അൽറയാൻ പോളിക്ലിനിക്കിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ ബ്ലഡ് ഗ്രൂപ്പ്, ഷുഗർ, കൊളസ്ട്രോൾ, BP തുടങ്ങിയവ സൗജന്യമായി പരിശോധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജിദ്ദ നാഷണൽ ആശുപത്രിക്ക് കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും വെവ്വേറെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ചെയർമാൻ VP മുഹമ്മദ് അലി അറിയിച്ചു. എല്ലാറ്റിനും ഓരോരോ ഡിപ്പാർട്ട്മെന്റായിട്ട് മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പൊ നമ്മള് യൂറോളജി ആണെങ്കിൽ യൂറോളജി, കാർഡിയോളജി ആണെങ്കിൽ കാർഡിയോളജി, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മൾ അങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മുജീബ് പൂക്കോട്ടൂർ, നസീം കാടപ്പടി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്യാമറമാൻ സാലിഹ് ഇരുമ്പിയോടൊപ്പം ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.